Dear students, welcome back to my channel. Homework class in പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ one child, one teacher, one pen and one book can change the world. ഈ ഒരു ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആരെക്കുറിച്ചുള്ള ചാപ്റ്റർ ആണിത്? മലാല യൂസഫ്സായ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു സ്പീച്ച് ഒരു പ്രസംഗമാണ് അല്ലേ, അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ വായിച്ചു, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അല്ലേ. ഈ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി പാർട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ 1-2 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ടും തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് പഠിപ്പിച്ച പാർട്ട് നമുക്കൊന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കാം. ഞാൻ ആദ്യം ഓരോ പാരഗ്രാഫായിട്ട് വായിക്കാം, അതിനുശേഷം നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടെ മനസ്സിലാക്കാം. ഓക്കെ. ഡിയർ ഫെലോസ്, today I am focusing on women's rights and girls' education because they are suffering the most. There was a time when women social activists asked men to stand up for their rights. But this time we will do it by ourselves. I am not telling men to step away from speaking for women's rights. Rather, I am focusing on women to be independent to fight for themselves. Dear sisters and brothers, now it's time to speak up. എന്തൊക്കെയാണ് പറയുന്നത്? ഡിയർ ഫെലോസ്, ടുഡേ ഐ ആം ഫോക്കസിങ് ഓൺ വിമൻസ് റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ. ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? സ്ത്രീകളുടെ അവകാശങ്ങൾ, വിമൻസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമാണ്. കാരണം ബിക്കോസ് ദേ ആർ സഫറിങ് ദ മോസ്റ്റ്. ഈ 2 വിഭാഗം ആളുകളുമാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, സഫർ ചെയ്യുന്നത്. ആരൊക്കെ? സ്ത്രീകളും അതുപോലെ തന്നെ പെൺകുട്ടികളും. There was a time when women social activists asked men to stand up for their rights. ഒരു സമയം, ഒരു കാലമുണ്ടായിരുന്നു. എങ്ങനെയാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പുരുഷന്മാരോട് സ്ത്രീകളുടെ തന്നെ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ. ബട്ട് ദിസ് ടൈം, പക്ഷേ ഇപ്പോൾ, വി വിൽ ഡു ഇറ്റ് ബൈ അവർ സെൽസ്. അത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. അതിനർത്ഥം എന്താണ്? പുരുഷന്മാരുടെ സഹായമില്ലെങ്കിലും സ്ത്രീകൾ സ്വയം അവർക്ക് വേണ്ടി ഉണരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് മലാല പറയുന്നത്. ഐ ആം നോട്ട് ടെല്ലിങ് മെൻ ടു സ്റ്റെപ്പ് അവേ ഫ്രം സ്പീക്കിംഗ് ഫോർ വിമൻസ് റൈറ്റ്സ് എന്ന് വിചാരിച്ച് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ട അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട എന്ന് പുരുഷന്മാരോട് പറയുകയല്ല. പിന്നെയോ, ഐ ആം ഫോക്കസിങ് ഓൺ വിമൻ ടു ബി ഇൻഡിപെൻഡൻറ്റ് ടു ഫൈറ്റ് ഫോർ ദംസെൽസ്. സ്വയം പോരാടാനായിട്ട് സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതിനുള്ള കരുത്ത് അവർക്കുണ്ടാവണം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? എപ്പോഴും പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടണം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നൗ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് അപ്പ്. ഇതാ ഇപ്പോൾ സംസാരിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ ഈ ഒരു പാരഗ്രാഫ്? ഇനി അടുത്ത പാരഗ്രാഫ് വായിക്കാം. We call upon the world leaders that all the peace deals must protect women and children's rights. A deal that goes against the dignity of women and their rights is unacceptable. We call upon all governments to ensure free compulsory education for every child all over the world. We call upon all governments to fight against terrorism and violence to protect children from brutality and harm. എന്താ പറയുന്നത്? എല്ലാ വേൾഡ് ലീഡേഴ്സിനോടും എല്ലാ ലോക നേതാക്കളോടും ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ പറയാണ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാണ്. എന്താ ചെയ്യുന്നത്? ഓൾ ദ പീസ് ഡീൽസ് മസ്റ്റ് പ്രൊട്ടക്ട് വിമൺ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ലോക നേതാക്കന്മാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്.
A deal that goes against the dignity of women and their right is unacceptable. കുട്ടികളുടെയോ സ്ത്രീകളുടെയോ ഡിഗ്നിറ്റിക്കും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ഡീൽ അല്ലെങ്കിൽ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് അൺഅക്സെപ്റ്റബിൾ ആണത്, സ്വീകാര്യമല്ല. We call upon all government to ensure free compulsory education for every child all over the world. ഈ ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ടുള്ളതും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് എല്ലാ ഗവൺമെൻറ്റിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. We call upon all governments to fight against terrorism and violence to protect children from brutality and harm. അതുപോലെ തന്നെ എന്തുകൂടെ പറയാണ്, എല്ലാ ഗവൺമെൻറ്റിനോടും ടെററിസത്തിനെതിരായും അതായത് തീവ്രവാദത്തിനെതിരായും വയലൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അക്രമത്തിനെതിരായും ഒക്കെ പോരാടണമെന്ന് പറയാണ്. എന്തിനു വേണ്ടിയാണ്? ടു പ്രൊട്ടക്റ്റ് ചിൽഡ്രൻ, കുട്ടികളെ സംരക്ഷിക്കാൻ. എന്തിൽ നിന്നും? ഫ്രം ബ്രൂട്ടാലിറ്റി ആൻഡ് ഹാം, ക്രൂരതയിൽ നിന്നും അല്ലെങ്കിൽ കുട്ടികൾ കേൾക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ടെററിസത്തിനെതിരായും വയലൻസിനെതിരായും പോരാടണമെന്ന് എല്ലാ ഗവൺമെൻറ്റ്സിനോടും ഞാൻ പറയുകയാണ്. ഓക്കെ, ഇനി we call upon the developed nations to support the expansion of educational opportunities for girls in the developing world. എന്താ പറയുന്നത്? എല്ലാ ഗവൺമെൻറ്റിനോടും, എങ്ങനെയുള്ള ഗവൺമെൻറ്? ഡെവലപ്ഡ് നാഷൻസ്, വികസിത രാജ്യങ്ങൾ, അതായത് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, വികസിത രാജ്യങ്ങളിലെ ഗവൺമെൻറ്റ്സിനോട് ഞാൻ പറയുകയാണ്. എന്താ പറയുന്നത്? വികസിച്ചു കൊണ്ടിരിക്കുന്ന അതായത് വികസ്വര രാജ്യങ്ങളിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഗേൾസിനുള്ള എഡ്യൂക്കേഷന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന് വികസിത രാജ്യങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. വി കോൾ അപ്പോൺ ഓൾ കമ്മ്യൂണിറ്റീസ് ടു ബി ടോളറൻറ്റ് ടു റിജക്ട് പ്രിജഡിസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ ഓർ ജെൻഡർ ടു എൻഷുവർ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ഫോർ വിമൺ സോ ദാറ്റ് ദേ ക്യാൻ ഫ്ലറിഷ്. പിന്നെ എന്താ പറയുന്നത്? എല്ലാ കമ്മ്യൂണിറ്റികളോടും പറയുകയാണ്. എന്താണ് പറയുന്നത്? എന്തിനെതിരെ പോരാടണമെന്നാണ്? കാസ്റ്റിൻ്റെ ബേസിലോ ക്രീഡിൻ്റെ ബേസിലോ റിലീജിയൻ ഓർ ജെൻഡർ ഏതെങ്കിലും ഒരു ഘടകം അതിൻ്റെ ബേസിലുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള അവഗണനകൾ അല്ലെങ്കിൽ എന്താ പറയുക ഒഴിവാക്കലുകൾ ഇതെല്ലാം ഇതിനെതിരെ പോരാടണമെന്ന് എല്ലാ കമ്മ്യൂണിറ്റീസിനോടും പറയുകയാണ്. എന്തിനാണ് അങ്ങനെ പോരാടുന്നത്? ടു എൻഷുവർ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി, സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ തുല്യതയും ഉറപ്പുവരുത്തണം. ആർക്ക്? സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള അവഗണനകളും അല്ലെങ്കിൽ മാറ്റി നിർത്തലുകളും ഒക്കെ അതിനെതിരെ പോരാടണമെന്ന് എല്ലാ കമ്മ്യൂണിറ്റീസിനോടും പറയുകയാണ്. വി കനോട്ട് all succeed when half of us are held back. നമുക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. എങ്ങനെ? നമ്മളിൽ പകുതി പേര് പുറകിലോട്ട് നിന്നാൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി അവർ വേർഡ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. നമ്മുടെ വാക്കുകൾക്ക് ലോകത്തെ തന്നെ മാറ്റാനായിട്ട് കഴിയും. Because we are all together united for the cause of education, and if we want to achieve our goal, then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. എന്താ പറയുന്നത്? നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ യുണൈറ്റഡ് ആയിട്ടിരിക്കുന്നത്? എഡ്യൂക്കേഷന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലേ? ആൻഡ് ഇഫ് വി വാണ്ട് ടു അച്ചീവ് അവർ ഗോൾ, നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. നമുക്ക് നമ്മുടെ ആ ഒരു ഗോള്, നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അറിവെന്ന വെപ്പൺ, അറിവെന്ന ആയുധം കൊണ്ട് നമ്മളെ തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം, എംപവർ ആക്കണം. അതുപോലെ തന്നെ യൂണിറ്റി അല്ലേ, ഒരുമ, ആ ഒരു കൂട്ടായ്മ, അതുപോലെ ടുഗദർനെസ്, ഇതെല്ലാം കൊണ്ട് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കി ആ ഒരു നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice and ignorance. We must not forget that millions of children are out of schools. പ്രിയപ്പെട്ട എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എനിക്ക് പറയാനുള്ള എന്താണ്? വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ്, നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എന്ത്? മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിങ് ഫ്രം പോവർട്ടി. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യം മൂലം കഷ്ടപ്പെടുന്നുണ്ട്, ഇൻജസ്റ്റിസ്, അനീതി മൂലം കഷ്ടപ്പെടുന്നുണ്ട്, ഇഗ്നോറൻസ്, അവഗണന മൂലമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മില്യൺസ് ഓഫ് ചിൽഡ്രൻ ആർ ഔട്ട് ഓഫ് സ്കൂൾ. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്നും സ്കൂളിൽ പോകാൻ സാധിക്കാതെ പുറത്തുണ്ടെന്നും നമ്മൾ മറന്നു പോകരുതെന്നാണ് മലാല പറയുന്നത്. ഓക്കെ,
We must not forget that our sisters and brothers are waiting for a bright, peaceful future. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മറക്കരുത്. എന്താണ്? നമ്മുടെ സഹോദരങ്ങൾ നല്ലൊരു ഫ്യൂച്ചറിന്, സമാധാനപരമായ ഒരു ഫ്യൂച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നും നമ്മൾ മറക്കരുത്. So let us wage a global struggle against illiteracy, poverty and terrorism, and let us pick up our books and pens. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇതിനൊക്കെ എതിരെയായിട്ട്, എന്തിനൊക്കെതിരെയായിട്ട്? ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാൽ നിരക്ഷരത, വിദ്യാഭ്യാസമില്ലായ്മ, ഓക്കെ, അതിനെതിരായിട്ട്, പോവർട്ടി, ദാരിദ്ര്യത്തിനെതിരായിട്ട്, ടെററിസം, തീവ്രവാദത്തിനെതിരായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ബുക്സും പെന്നും എടുത്ത് പോരാടാമെന്നാണ് പറയുന്നത്. ദേ ആർ അവർ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ്. അതാണ് ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ പവർഫുള്ളായ ആയുധങ്ങൾ എന്നാണ് മലാല പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെ? ബുക്സും പെൻസും. One child, one teacher, one pen and one book can change the world. ഒരു കുട്ടി, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, ഒരു പെന്ന്, ഒരു ബുക്ക്, ഇതിന് ഒരു ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് കഴിയും. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. ഇതിനെല്ലാമുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസമാണ്. എഡ്യൂക്കേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് അവർ നിർത്തുകയാണ്. അപ്പം ഈ ഒരു സ്പീച്ചിലുടനീളം അവർ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? നമ്മൾ അറിവ് നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വിദ്യാഭ്യാസത്തിനെക്കുറിച്ചുമാണ്, അല്ലേ? വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇത്രയും കാര്യങ്ങൾക്കെതിരെ നമുക്ക് പോരാടാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ മേടിച്ചു കൊടുക്കാനും അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള വഴിയൊരുക്കാനും ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കണം? വി ആർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അല്ലേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ വെപ്പൺ എന്നാണ് മലാല യൂസഫ്സായി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പീച്ച് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്പീച്ച് പല പ്രാവശ്യം വായിക്കണം. ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡിക്ഷണറിയിൽ നിന്ന് കണ്ടെത്തി ആ മീനിങ്സ് പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് നന്നായിട്ട് വായിക്കുക. ഈ ഒരു സ്പീച്ച് പല പ്രാവശ്യം വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇതായിരുന്നു ആക്ടിവിറ്റി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. റീഡ് ദ ഫോളോവിങ് ഫേമസ് കോട്ട്സ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞ അവരുടെ കോട്ട്സ് ആണ് തന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്, ഒരു ആയുധമാണ് വിദ്യാഭ്യാസം എന്നാരാ പറഞ്ഞത്? മണ്ടേല. ടെററിസം ഹാസ് നോ നാഷണാലിറ്റി നോ റിലീജിയൻ. തീവ്രവാദത്തിന് ഇന്ന രാജ്യമെന്നോ ഇന്ന മതമെന്നോ ഒന്നും ഇല്ല എന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട്. മെൻ ആർ ഫ്രം എർത്ത്, വിമൺ ആർ ഫ്രം എർത്ത്, ഡീൽ വിത്ത് ഇറ്റ്. സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും ഈ ഭൂമിയിൽ ഉള്ളവരാണ്, അല്ലെ ഭൂമിയിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് അതിൽ ഒരു ഡിഫറൻസും വരാൻ പാടില്ല എന്നാണ് ജോർജ് കാർലിൻ പറഞ്ഞിരിക്കുന്നത്. ഓൾവേസ് റിമെമ്പർ, എപ്പോഴും ഓർമ്മിക്കുക, യു ഹാവ് വിത്തിൻ യു ദ സ്ട്രെങ്ത്, ദ പേഷ്യൻസ് ആൻഡ് ദ പാഷൻ ടു റീച്ച് ഫോർ ദ സ്റ്റാർസ് ടു ചേഞ്ച് ദ വേൾഡ്. ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്രയ്ക്കും ഉയരത്തിൽ എത്താനുള്ള ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ പാഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് എപ്പോഴും ഓർക്കുക എന്ന് ഹാരിയറ്റ് ടബ്മാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കോട്ടാണ്. ഇനി ഇതെന്തിനാ തന്നേ നമുക്ക് നോക്കാം. Now read Malala's words in the circles given below. Try to pick out the quotes which carry similar ideas to that of Malala's words from the balloons. Write the name of the person who has made the corresponding quote in the box given. താഴെ മലാലയുടെ ഈ ഒരു സ്പീച്ചിൽ നിന്നുള്ള കുറച്ച് വേർഡ്സ് സർക്കിൾസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച കോട്ട്സില്ലേ അതുമായിട്ട് ഏതൊക്കെയാണ് അതുമായിട്ട് വരുന്നതെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, സിമിലർ ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. ഇതാണ് മലാലയുടെ കോട്ട്സ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതും ഒന്ന് വായിച്ചു നോക്കാം. വി കോൾ അപ്പോൺ ഓൾ ഗവൺമെൻറ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ്. എല്ലാ ഗവൺമെൻറ്റിനെയും ടെററിസത്തിനെതിരായും വയലൻസിനെതിരായും പ്രവർത്തിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. എ ഡീൽ ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൺ ആൻഡ് ദെയർ റൈറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. സ്ത്രീകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഉടമ്പടി എന്ന് പറയുന്നത് അൺഅക്സെപ്റ്റബിൾ ആണ്. We call upon our sisters around the world to embrace the strength within themselves. ഈ ലോകത്തുള്ള എല്ലാ സഹോദരിമാരോടും ഞങ്ങൾ എന്ത് റിക്വസ്റ്റ് ചെയ്യാണ്? അവരുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു സ്ട്രെങ്ത് കണ്ടെത്താൻ അല്ലെങ്കിൽ ആ സ്ട്രെങ്ത്തിൽ പോരാടാനായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. വി വോണ്ട് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ. എല്ലാ കുട്ടികളുടെയും നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി സ്കൂൾസും എഡ്യൂക്കേഷനും വേണമെന്ന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതുമായിട്ട് യോജിക്കുന്ന തരത്തിലുള്ള കോഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. We call upon all governments to fight against terrorism and violence. ഇതുമായി ഒത്തുപോകുന്ന തരത്തിലുള്ള ആരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ നിങ്ങൾ, ടെററിസം ഹാസ് നോ നാഷണാലിറ്റി നോ റിലീജിയൻ. അതിൻ്റെ അർത്ഥം എന്താ? തീവ്രവാദത്തിന് ഇന്ന രാജ്യമെന്നോ അല്ലെങ്കിൽ ഇന്ന റിലീജിയൻ എന്നോ ഇല്ല. അപ്പോൾ അതും ഏതുമായിട്ട് യോജിക്കും? വി കോൾ അപ്പോൺ ഓൾ ഗവൺമെൻറ്റ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ്. എല്ലാ ഗവൺമെൻറ്റിനോടും ടെററിസത്തിനെതിരായിട്ട് പോരാടാനായിട്ട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കിക്കേ. എ ഡീൽ ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൺ ആൻഡ് ദെയർ റൈറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡീൽ എന്ന് പറയുന്നത് അൺഅക്സെപ്റ്റബിൾ ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? മെൻ ആർ ഫ്രം എർത്ത്, വിമൺ ആർ ഫ്രം എർത്ത്, ഡീൽ വിത്ത് ഇറ്റ്. കണ്ടോ, സ്ത്രീകൾ എന്ന് പറയുന്നതും ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്, പുരുഷന്മാരും ഈ ഭൂമിയിലുള്ളവരാണ്. അപ്പോൾ അത് ഒരുപോലെയാണ് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ജോർജ് കാർലിൻ പറഞ്ഞ വാക്കുകളാണ് നമുക്കവിടെ അതുമായിട്ട് യോജിക്കുന്നത്. ഇനി വി കോൾ അപ്പോൺ അവർ സിസ്റ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ് ടു എംബ്രാസ് ദ സ്ട്രെങ്ത് വിത്തിൻ ദംസെൽഫ്. ഈ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളോടും അവരുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് കണ്ടെത്തണമെന്ന് ഞങ്ങൾ പറയുകയാണ് അല്ലേ. അതുമായി നമുക്ക് റിലേറ്റ് ചെയ്യാം. ഓൾവേസ് റിമെമ്പർ യു ഹാവ് വിത്തിൻ യു ദ സ്ട്രെങ്ത്, ദ പേഷ്യൻസ് ആൻഡ് ദ പാഷൻ ടു റീച്ച് ഫോർ ദ സ്റ്റാർസ് ടു ചേഞ്ച് ദ വേൾഡ്. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അല്ലേ. ഹാരിയറ്റ് ടബ്മാൻ ആണത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്, ഹാരിയറ്റ് ടബ്മാൻ. അടുത്ത എന്താ? വി വോണ്ട് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവരി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ. എല്ലാ കുട്ടികളുടെയും ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി ഞങ്ങൾക്ക് സ്കൂളുകൾ വേണം അല്ലേ. അതുമായി യോജിച്ചു പോകുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അത് പറഞ്ഞിരിക്കുന്നത് മണ്ടേലയാണ് അല്ലേ, നെൽസൺ മണ്ടേല. അപ്പോൾ നമുക്കവിടെ മണ്ടേല എന്ന് എഴുതാം. ഇങ്ങനെ നിങ്ങൾ ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കുക. അടുത്ത ആക്ടിവിറ്റി ഇതായിരുന്നു, എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. Read the passage given below. There are a few errors in it. They are underlined. ഈ തന്നിരിക്കുന്ന പാസേജിൽ കുറച്ച് തെറ്റുകളുണ്ട്, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തിയിട്ട് ഈ പാസേജ് ഒന്നുകൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. Once upon a time there lived a lovely princess with fair skin and blue eyes. പണ്ട് ഒരു സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു പ്രിൻസസ് ജീവിച്ചിരുന്നു. പ്രിൻസസിൻ്റെ സ്പെല്ലിങ് നോക്കിക്കേ നിങ്ങൾ. അവിടുത്തെ തെറ്റെന്താണ്? പ്രിൻസസ് എന്ന് എഴുതിയതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. PRINS അല്ല, പകരം CESS എന്നാണ് അവിടെ വേണ്ടത്. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. പിന്നെ ഷി വാസ് സോ ഫെയർ ദാറ്റ് ഷി വാസ് നെയ്മഡ് സ്നോ വൈറ്റ്. അവൾ നല്ല ഭംഗിയുള്ള ഒരു അല്ലെങ്കിൽ നല്ലൊരു സുന്ദരിയായിരുന്നു, അതുകൊണ്ട് അവരുടെ പേരെന്തായിരുന്നു? സ്നോ വൈറ്റ് എന്നായിരുന്നു. Her mother dies when Snow White was a baby and her father married again. സ്നോ വൈറ്റ് ഒരു ബേബി ആയിരുന്നപ്പോൾ അവളുടെ അമ്മ മരിച്ചു എന്നാണ് പറഞ്ഞത്. ഹെർ മദർ ഡൈസ് എന്നാണോ അപ്പോൾ വരിക? ഡൈസ് എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് ടെൻസ് അല്ലേ, ഡൈഡ് എന്നല്ലേ വേണ്ടത്, മരിച്ചു എന്ന് പറയുന്നത്. സോ ഡൈഡ് എന്നാക്കണം അവിടെ, മനസ്സിലായോ? പിന്നെ അവളുടെ ഫാദർ വീണ്ടും കല്യാണം കഴിച്ചു. ദിസ് ക്യൂൻ വാസ് വെരി പ്രെറ്റി ബട്ട് ഷി വാസ് വെരി ക്രൂവൽ ആൾസോ. ആ പുതിയ രാജ്ഞി എന്ന് പറയുന്നത് നല്ല പ്രെറ്റി ആയിരുന്നു, പക്ഷേ ക്രൂവലുമായിരുന്നു. ദ വിക്കഡ് സ്റ്റെപ്പ് മദർ വാണ്ടഡ് ടു ബി ദ മോർ ബ്യൂട്ടിഫുൾ ലേഡി ഇൻ ദ കിങ്ഡം ആൻഡ് ഷീ വുഡ് ഓഫൺ ആസ്ക് ഹെർ മാജിക് മിറർ. അതായത് അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ശ്രദ്ധിക്കും നിങ്ങൾ, മോർ ബ്യൂട്ടിഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്? ദ വിക്കഡ് സ്റ്റെപ്പ് മദർ വാണ്ടഡ് ടു ബി ദ മോർ ബ്യൂട്ടിഫുൾ ലേഡി ഇൻ ദ കിങ്ഡം. ആ കിങ്ഡത്തിലെ ഏറ്റവും സുന്ദരിയായ ലേഡിയായി മാറണമെന്നായിരുന്നു സ്റ്റെപ്പ് മദറിൻ്റെ ആഗ്രഹം. അപ്പം മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളത് തെറ്റാണ്. മോർ ബ്യൂട്ടിഫുൾ അല്ല, മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? ഏറ്റവും ഭംഗിയുള്ളത് എന്നുള്ളത് നമ്മൾ അങ്ങനെ എന്തിനെ പറ്റിയും പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. മോർ ഉപയോഗിക്കേണ്ടത് രണ്ട് പേര് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ, അല്ലെങ്കിൽ വേറെ രണ്ട് പെൺകുട്ടികളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോർ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അങ്ങനെ അത് മനസ്സിലായി. പിന്നെ എവിടെയാണ് വരച്ചിരിക്കുന്നത്? മിറർ മിറർ ഓൺ ദ വോൾ ഹൂ ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. അത് കണ്ടോ, ഹൂ ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. ഹൂ വെച്ചൊക്കെ തുടങ്ങുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹൂ, വാട്ട്, വെൻ, അതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് എന്തുണ്ടാവണം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവണം. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കിയേ. ഓൾ കഴിഞ്ഞിട്ടൊരു കുത്താണ് അല്ലേ, ഫുൾ സ്റ്റോപ്പാണ്. സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കണം. അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. പിന്നെ എവിടെ മിസ്റ്റേക്ക് കാണിച്ചിരിക്കുന്നത്? And the magic mirror would say, you are your majesty, but one day the mirror replied,
സ്നോ വൈറ്റ് ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ, ദ വിക്ട് ക്യൂൻ വാസ് വെരി ആംഗ്രി. അത് കഴിഞ്ഞിട്ട് കണ്ടോ, വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ്, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു തെറ്റുണ്ട് അല്ലേ. വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ് എന്ന് ഒരിക്കലും പറയില്ല, അതൊരു ക്വസ്റ്റ്യൻ കൂടെ അല്ലേ വരുന്നത്. സോ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്, ആ ഈസ് അവസാനമാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. പിന്നെ നമ്മൾ മിസ്റ്റേക്ക് നോക്കാം. ലാസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല, കഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടൊന്നുമില്ല, ഈ തെറ്റുകൾ ശരിക്കും ചെയ്താൽ മതി. ലാസ്റ്റ് കണ്ടോ നിങ്ങൾ, ഹി കിൽഡ് എ ഡിയർ, ഹി കിൽഡ് എ ഡിയർ, അതായത് ഒരു മാനിനെ കൊന്നു എന്നാണ് അവിടെ അർത്ഥമാക്കിയത്. ഡിയർ, ഡിയർ എന്ന് പറഞ്ഞാൽ മാന്, പക്ഷെ ഇവിടെ ഡിയറിൻ്റെ സ്പെല്ലിംഗ് കണ്ടോ, നമ്മൾ മൈ ഡിയർ എന്നൊക്കെ പറയുന്ന സ്പെല്ലിംഗ് ആണ്, ശരിക്കും DEER ആണ് ഡിയറിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ ഇത്രയും തെറ്റുകൾ തിരുത്തിയിട്ട് ഈ പാരഗ്രാഫ് ഒന്നുകൂടെ എഴുതണം. ഓക്കെ, എഡിറ്റ് ദ പാസേജ് ആൻഡ് റീറൈറ്റ് ഇറ്റ്. അപ്പം ഞാനിവിടെ അത് കറക്റ്റാക്കി എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ തെറ്റ് പ്രിൻസസിൻ്റെ സ്പെല്ലിംഗ് ആയിരുന്നു, ദെൻ ഡൈഡ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഓൾ, അതുപോലെ തന്നെ വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്, പിന്നെ ഡിയർ. ഇപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ, ഈ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ അത് മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ സമയം കിട്ടുന്നത് പോലെ വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്താലും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇടാത്തത്. ഞാൻ സമയം കിട്ടുന്നത് പോലെ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.